ദുബായ് വാർത്തയുടെ ജൂലൈ 26 നൈറ്റ് അപ്ഡേറ്റ്സ് ലൈവിലേക്ക് സ്വാഗതം. ദുബായിലേക്ക് വരുന്നവർക്ക് 2 ടെസ്റ്റുകൾ വേണ്ടി വരുമോ എന്ന് സംശയം പലരും ചോദിച്ചിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ഒരു PCR ടെസ്റ്റ് എടുക്കണം, അതിന്റെ റിസൾട്ട് നെഗറ്റീവ് ആയാൽ മാത്രം കയറാം. ദുബായിൽ വന്നിറങ്ങിയാലും PCR വേണമോ? തെരഞ്ഞെടുക്കപ്പെട്ട കുറേ രാജ്യങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചുകൊണ്ട് നിരവധി രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് രണ്ടാമത് ദുബായിൽ വെച്ച് ടെസ്റ്റ് PCR നിർബന്ധം എന്ന കാര്യം അധികൃതർ അറിയിച്ചിട്ടുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് വേറെ വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. എങ്കിലും PCR ടെസ്റ്റ് ദുബായിൽ വന്നിറങ്ങിയ ശേഷം എടുക്കേണ്ടി വരും. എന്നിട്ട് എയർപോർട്ടിൽ നിന്ന് ആ റിസൾട്ട് കിട്ടുന്നത് വരെയുള്ളൊരു സമയമുണ്ട്. അവിടെ ഹോം ക്വാറന്റൈനിലോ ഹോട്ടൽ ക്വാറന്റൈനിലോ കഴിയാൻ നിർബന്ധിതരാണ് എന്ന് എഴുതി കൊടുക്കേണ്ടി വരും. ഇത് മനസ്സിലാക്കിയിട്ട് വേണം വരാൻ എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. കൺഫ്യൂഷൻ വേണ്ടതില്ല. ഡബിൾ PCR ടെസ്റ്റ് അങ്ങനെ നോക്കുമ്പോൾ ഒരാൾക്ക് ഒരു 4 ദിവസത്തിന്റെ ഇടവേളയിൽ വേണം എന്ന കാര്യം മനസ്സിലാക്കണം. 96 മണിക്കൂറിനുള്ളിൽ എടുക്കുന്ന ടെസ്റ്റ് ആണല്ലോ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി അനുവദിക്കുക. അതിന്റെ ഫിസിക്കൽ കോപ്പി പ്രിന്റ് ചെയ്ത് കൊണ്ടുവരണം, അത് കാണിക്കണം. ഒപ്പം ഇന്ത്യയിൽ നിന്നാണ് വരുന്നതെങ്കിൽ, അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് വരുന്നതെങ്കിൽ, പാകിസ്ഥാനിലാണ് വരുന്നതെങ്കിൽ, ബംഗ്ലാദേശിൽ നിന്നാണ്, ശ്രീലങ്കയിൽ നിന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ചും ദുബായിൽ വെച്ചും ആ ടെസ്റ്റിന് വിധേയമാകണം. എന്നാൽ നേപ്പാൾ ആ ലിസ്റ്റിലില്ല, ഈജിപ്റ്റ് ആ ലിസ്റ്റിലുണ്ട്. അത് ഏതൊക്കെയാണ് ലിസ്റ്റ് എന്നുള്ളത് നോക്കി മനസ്സിലാക്കിയിട്ട് വരണം. ഇപ്പോൾ രോഗബാധ കൂടുതലായി നിൽക്കുന്ന രാജ്യങ്ങളെയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് വന്നാലും ദുബായിൽ വന്നിറങ്ങിയാൽ ഈ PCR ടെസ്റ്റ് വേണം. നെഗറ്റീവ് ആണെന്ന് ഉറപ്പ് വരുന്നതുവരെ ഹോം ക്വാറന്റൈനിൽ കഴിയണം. നെഗറ്റീവ് ആണെന്ന് ഉറപ്പ് വരുന്നവരെ, പോസിറ്റീവ് ആണെന്ന് കണ്ടാൽ പിന്നീട് എന്താണോ DHA പറയുന്നത് അതനുസരിച്ച് പോകേണ്ടി വരും. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. കൺഫ്യൂഷൻ ഇല്ല. എന്നാൽ നാട്ടിലിപ്പോൾ പലയിടങ്ങളിലും ഈ ടെസ്റ്റ് നടത്താൻ വേണ്ടിയുള്ള കേന്ദ്രങ്ങളില്ല. പ്രത്യേകിച്ച് തെക്കൻ തിരുവിതാംകൂറിൽ, തിരുവനന്തപുരം ഭാഗത്തൊന്നും കേന്ദ്രങ്ങളില്ല എന്ന പരാതി വളരെ വ്യാപകമായി വരികയാണ്. പ്യുവർ ഹെൽത്തിന്റെ ടൈഅപ്പുള്ള നെറ്റ്വർക്ക് അടിയന്തരമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു. ഞങ്ങളും ഇക്കാര്യത്തിൽ പരമാവധി സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കേരളത്തിൽ എല്ലായിടത്തും അത്രയും ആളുകൾ ഗൾഫിലുള്ള പ്രദേശമെന്ന രൂപത്തിൽ പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം പോലെയല്ല. ഇന്ത്യ മുഴുവനും 40, 50, 100 ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ലോകം മുഴുവനും 100 ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. UAEയുടെ ജനസംഖ്യ മൊത്തം 9.5 മില്യൺ ആണെങ്കിൽ, വിദേശിയും സ്വദേശിയും ഒക്കെ ചേർന്നിട്ട് 9.5 മില്യൺ ആണെങ്കിൽ അതിൽ 3.5 മില്യൺ ഇന്ത്യക്കാരാണെന്നും അതിൽ തന്നെ 1.5 മില്യൺ ആളുകൾ മലയാളികളാണെന്നും മനസ്സിലാക്കണമെന്ന കാര്യം ഞങ്ങളും വളരെ വിനയത്തോടുകൂടി അറിയിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ഔട്ട്ലെറ്റുകൾ, ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ ലാബുകൾ വരുന്ന കാര്യത്തിലേക്ക് നീങ്ങുകയാണ് എന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ ഫ്ലൈറ്റുകൾ വരികയാണ്. ഓഗസ്റ്റ് 1 മുതൽ 15 വരെ ഏതാണ്ട് 123 ഫ്ലൈറ്റുകൾ വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി UAEയിൽ നിന്നുള്ള ആളുകളെ നാട്ടിൽ കൊണ്ടുപോകാൻ റിപ്പാട്രിയേഷന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലേക്ക് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വരികയാണ് ഫ്ലൈറ്റുകൾ. 118 എയർ ഇന്ത്യ എക്സ്പ്രസും 5 എയർ ഇന്ത്യയും എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ആ എയർ ഇന്ത്യയുടെ ഷെഡ്യൂൾ ഓഗസ്റ്റ് 6 അവസാനിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അതേസമയം എയർ ഇന്ത്യ എക്സ്പ്രസ് കേരളത്തിലെ എല്ലാ വിമാനത്താവളങ്ങളിലേക്കും ഉള്ളത് ഓഗസ്റ്റ് 15 വരെയുണ്ട്. എന്നാൽ ഓഗസ്റ്റ് 1 മുതൽ 31 വരെയാക്കി 5ാം ഘട്ടം എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പോകും. അതിനുവേണ്ടി ശ്രമം നടക്കുകയാണെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ, മിഷനുകൾ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ സാർത്ഥകമാവുകയാണെങ്കിൽ വലിയ നല്ല കാര്യമായി മാറുന്നു. പക്ഷേ ഇതിനിടയിൽ ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട്. ഇതേ ഫ്ലൈറ്റുകൾ നാട്ടിൽ നിന്ന് ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? എയർ ഇന്ത്യ എക്സ്പ്രസിനും എയർ ഇന്ത്യക്കും അത് സംബന്ധിച്ച് UAEയും ഇന്ത്യയും തമ്മിലുള്ളൊരു കരാറുണ്ടല്ലോ. ആ കരാർ ഇപ്പോൾ ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി എക്സ്റ്റെൻഡ് ചെയ്തെങ്കിലും ആളുകളെ കൊണ്ടുവരുന്ന കാര്യത്തിലുള്ള കൺഫ്യൂഷൻ മാറിയിട്ടില്ല. ഇനിയും ഒരു അന്തിമ തീരുമാനം വരാനുണ്ട് ഓഗസ്റ്റ് 1 മുതൽ 31 വരെയുള്ള വിഷയത്തിൽ എന്ന കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. അത് ശരിയാവും. സാധാരണഗതിയിൽ ആദ്യം ഇങ്ങനെ വന്നില്ലെങ്കിൽ പോലും അതിനുള്ള അനുമതി 2 രാജ്യത്തെ ഫ്ലൈറ്റുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന സാഹചര്യം വരും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. നിലവിലുള്ള ആ ഒരു സ്റ്റാറ്റസ് കോ തുടരുമെന്ന് തന്നെയാണ് ഇതിനിടയിൽ പറഞ്ഞിരിക്കുന്നു. ഇതുവരെയായിട്ട് 8,14,000-ലധികം ആളുകളെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് റിപ്പാട്രിയേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ 2,70,000-ഉം എയർ ഇന്ത്യ സർവീസുകളാണ് നടപ്പിലാക്കിയതെന്ന് മനസ്സിലാക്കണം. 31 വരെ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോവുകയും ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്.
വിസയുമായി ബന്ധപ്പെട്ട് വീണ്ടും ആളുകൾ ഈ വിസിറ്റ് വിസ കിട്ടുന്നില്ല, ഒരു ദിവസം മാത്രമേ കിട്ടിയിട്ടുള്ളൂ യു എയിൽ നിന്ന്, ഓഗസ്റ്റ് 1 മുതൽ ആൾക്കാർക്ക് വരാൻ പറ്റുമെന്ന് ദുബായിൽ നിന്ന് പറഞ്ഞു, എന്നിട്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ. അത് ഈ വിസിറ്റ് വിസയുടെ കാര്യം പുതുതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന മാത്രമല്ല, മാർച്ച് 17 വിസ ക്യാൻസലായി പോയിട്ടുള്ള, ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസലായി പോയിട്ടുള്ള കാര്യമുണ്ടല്ലോ, എടുത്തു വെച്ചിട്ട് വിസിറ്റ് വിസയും ടൂറിസ്റ്റ് വിസയും എടുത്തു വെച്ചിട്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റാതെയായി പോയിട്ടുള്ള ആളുകൾ, അവരുടെ കാര്യത്തിൽ എന്താണ്? അത് ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. അതും എല്ലാവരും ഓഗസ്റ്റ് 1 കൂടി ഒരു തീരുമാനം വരുമെന്ന് പ്രതീക്ഷിച്ചിരിപ്പാണെന്ന് ഇപ്പോൾ പറയാൻ പറ്റുന്നുള്ളൂ. ഇനി പുതിയ വിസിറ്റ് വിസയും മറ്റു കാര്യങ്ങളുമൊക്കെ ഇഷ്യൂ ചെയ്യുന്ന സമയം എന്നാണെന്നുള്ള കൃത്യ മറുപടി ഞങ്ങൾക്കും കിട്ടിയില്ല. പക്ഷേ എത്രയും വേഗം ഉണ്ടാകും എന്നുള്ളത് ഒരുപക്ഷെ ഓഗസ്റ്റ് 30 മുമ്പുള്ള, അതായത് ഓഗസ്റ്റ് 30 അറഫാ ദിനം, ജൂലൈ 30 അറഫാ ദിനമാണ്, ജൂലൈ 30 പെരുന്നാളാണ്. അതിനു മുമ്പൊരു തീരുമാനം വിസിറ്റ് വിസയുമായി ബന്ധപ്പെട്ട് കിട്ടുമോ എന്നുള്ളത് നോക്കുകയാണെന്ന് ചില ഉദ്യോഗസ്ഥന്മാരെങ്കിലും അനൗപചാരികമായി ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ആ സൂചന കൊണ്ടുപോകുന്നത് ഉടൻ തന്നെ വിസിറ്റ് വിസയും ടൂറിസ്റ്റ് വിസയും ഇന്ത്യക്കാർക്ക് കൊടുക്കാൻ പോകുന്നു എന്ന് തന്നെയാണ്. പക്ഷേ കൃത്യ തീയതി സമയമൊന്നും കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കുക, ഉടൻ വരുമെന്ന് തിരിച്ചറിയുകയും ചെയ്യുക. മറ്റു ചില വിസ സംബന്ധമായ സംശയങ്ങളുടെ മറുപടിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് വെളുപ്പിന് നടന്ന, ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. നമ്മൾ മലയാളികൾ യു എയിലെന്നല്ല, ലോകത്തെവിടെയും ജീവിക്കുമ്പോൾ, പ്രവാസ ഭൂമികയിൽ ജീവിക്കുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് മലപ്പുറം ചങ്ങരംകുളം സ്വദേശിയായ സക്കീർ തന്നെ നമ്മോട് പറയട്ടെ, അനുഭവസ്ഥനായ ആൾ തന്നെ നമ്മോട് പറയട്ടെ. അദ്ദേഹത്തെ ഇപ്പോൾ ലൈനിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഹലോ, അസ്സലാമു അലൈക്കും സക്കീർ. സക്കീറിന് ഇപ്പോൾ നന്നായി സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ സക്കീർ അകപ്പെട്ടിരിക്കുന്ന ഒരു വിഷയം അത്ര പ്രാധാന്യമുള്ളതായതുകൊണ്ട് മറ്റുള്ളവർക്കൊരു ബോധവൽക്കരണം ഉണ്ടാകട്ടെ എന്ന് കരുതി ബുദ്ധിമുട്ടിച്ചതാണ്. അത് ആളുകളെ അറിയിക്കേണ്ട കാര്യമായതുകൊണ്ട് ഇന്ന് വെളുപ്പിന് എന്താണ് സംഭവിച്ചത്? ആഫ്രിക്കക്കാരായ 2 പേർ വന്ന് സക്കീർ ജോലി കഴിഞ്ഞ് 3 മണിക്ക് റൂമിലേക്ക് പോകവേ വെളുപ്പിന്, അല്ലേ, അടിച്ചു വീഴ്ത്തി പേഴ്സും മൊബൈലും കാശും കവർന്ന സംഭവം. എങ്ങനെയാണത് സംഭവിച്ചത്? ജോലി കഴിഞ്ഞ് വണ്ടി പാർക്ക് ചെയ്തിട്ട് റൂമിന്റെ അടുത്തേക്ക് എത്താൻ 2 മീറ്റർ ഉള്ളൂ. അൽഖൂസിൽ അവിടെ ലൈറ്റും എല്ലാ കാര്യങ്ങളും ഉണ്ട്, ആളുകളൊക്കെ ആണ്ടുകൊണ്ടൊക്കെ പാസ് ചെയ്യണതാണ്. ആ സമയത്ത് ബാക്കിൽ നിന്ന് 2 പേര് വന്നിട്ട് അടിച്ചു. തലക്കാണ് അടിച്ചത് ബാക്കില്. എന്നിട്ട് അവര് കാലുകൊണ്ട് ചവിട്ടി വീഴ്ത്തി 2 കൈയും കാലിന്റെ മുകളിൽ കയറി എന്നിട്ട് ബാക്കിയുള്ള മൊബൈല്, പൈസ, ഇതെല്ലാം അവരെ എടുത്തു കൊണ്ടുപോയി. സക്കീറിന്റെ കൈകൾക്ക് മുകളിൽ കയറി നിന്നു. കാലിന്റെ മുകളിൽ 2 നിന്നു, കൈയുടെ മുകളിൽ 2 നിന്നു. അപ്പൊ 4 പേരുണ്ടായിരുന്നു മൊത്തം? ഇല്ല, അവര് 2 പേര്. 2 പേര് ഒരാൾ ഫ്രണ്ടിലും ഒരാൾ ബാക്കിലും. കൈ ബാക്കിക്ക് വെച്ചിട്ട്. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. 2 കൈയും പിടിച്ച് കെട്ടിയതുപോലെ നിർത്തിയിട്ട് ഒരു ആഫ്രിക്കക്കാരൻ അതിന്റെ മുകളിൽ കയറി നിൽക്കുന്നു, അല്ലേ? കെടുത്തിയിട്ട് അടി കിട്ടിയ ഞാൻ വീണു. അവര് ബാക്കിൽ നിന്ന് അടിച്ചിട്ട് പിന്നെ കാലിൽ ചവിട്ടിട്ട് വീഴ്ത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പിന്നാലെ വന്നപ്പോൾ അങ്ങനെ ആളുകൾ വരുന്നെന്നോ മറ്റോ ഒന്നും തോന്നിയിട്ടുമില്ല? ഇല്ല. ഈ പാർക്ക് ചെയ്തിട്ട് റൂമിലേക്ക് നടക്കാൻ എത്ര ദൂരം ഉണ്ടെന്ന് പറഞ്ഞു? 2 മിനിറ്റ് ഉള്ളൂ. 2 മിനിറ്റ്, അല്ലേ? നമുക്ക് കാണാവുന്ന ദൂരം. റൂം എനിക്ക് കാണാം, എന്റെ റൂം തൊട്ടടുത്താണ്, അതുവരെ എനിക്ക് കാണാം. ഞാൻ പിന്നെ ലാസ്റ്റ് എണിച്ച് ഓടുമ്പോ അവര് ഒപ്പം വന്നു. അപ്പോ ഈ എങ്ങനെ ഓടാൻ പറ്റി? 2 പേരെ ഇങ്ങനെ വന്ന് ആക്രമിക്കുമ്പോൾ അതും അടികൊണ്ട് വീഴുകയും ചെയ്തു. എങ്ങനെ വളരെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നാണല്ലോ കൂട്ടുകാരൊക്കെ പറഞ്ഞത്. അതെ, അവര് പിന്നെ എന്നെ വലിച്ചിട്ട് കച്ചയിൽ കൊണ്ടുപോയി. അത് മണ്ണുള്ള സ്ഥലം ഉണ്ട് അവിടെ കൊണ്ടുപോയിട്ട് മൂക്ക് പൊത്തി ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കുമായിരുന്നു. ആ സമയത്ത് ശ്വാസം കിട്ടാതായപ്പോ ഞാൻ എന്റെ സർവശക്തി എടുത്ത് കാലുകൊണ്ട് അവരെ അടിച്ച് അതിലവരെ പിടിവിടുകയും ഞാൻ എണീറ്റ് ഓടുകയും ചെയ്തു. എന്നിട്ട് പിന്നാലെ വന്നോ അവര്? അവര് പകുതി വരെ പിന്നാലെ വന്നു. അവിടെ റൂമിൽ ക്യാമറ ഉണ്ട്, ക്യാമറ അതിൽക്ക് എത്താത്ത രീതിയിൽ വരെ എത്തിയപ്പോ അവര് ഓടി. ക്യാമറ കണ്ടപ്പോ അവര് തിരിച്ചുപോയി, ക്യാമറയിൽ പെടാതിരിക്കാൻ വേണ്ടിട്ട്. അവർക്കെല്ലാം അറിയുന്ന ആളാണ്. അപ്പൊ ആ ഏരിയയെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് വരുന്ന കള്ളന്മാരാണ്. ഇത് അൽഖൂസിൽ ഇൻഡസ്ട്രിയൽ ഏരിയ 3 എന്നല്ലേ പറഞ്ഞു? ഇൻഡസ്ട്രിയൽ ഏരിയ 3. ഈ ഒരു സൂപ്പർ മാർക്കറ്റ് അൽ അസർ അല്ലേ? അസർ അൽ മദീന. അൽ അസർ മദീന 2 സൂപ്പർ മാർക്കറ്റ്, പെഡസ്ട്രിയൻ ക്രോസിംഗ് ഒക്കെ ഉണ്ട് തൊട്ടടുത്ത്. അതിന്റെ ബാക്ക് സൈഡിലാണ്. ഈ ഓപ്പോസിറ്റ് ഷക്കലാൻ 3 ഒക്കെ അടുത്തായിട്ട് വരും.
ഓക്കെ, ഈ 3 മണി സമയമായതുകൊണ്ട് എല്ലാവരും ഉറക്കത്തിലായിരിക്കും, അധികം ആൾക്കാരുണ്ടാവില്ല എന്ന് ഉറപ്പാണ്. പിന്നെ അവിടെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് അവര് വല്ല മറ്റുള്ള ആൾക്കാരൊന്നും സഹായിക്കാൻ വരില്ല. കാരണം ഏത് ടീമാണെന്ന് അവർക്ക് അറിയില്ലല്ലോ. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? വടി എന്താണ്? ഇരുമ്പ് വടിയാണോ തടി വടിയാണോ എന്താണ്? ഇരുമ്പ് വടിയാണ്. കഴുത്തിന് പിറകിലാണ് അടിക്കുന്നത്. കഴുത്തിന്റെ തലയുടെ ബാക്കിലേക്ക്, കഴുത്തിന്റെ മുകളിലായിട്ട് തലമ എനിക്ക് സ്റ്റിച്ച് ഇട്ടിട്ടുള്ളത്. രണ്ട് സൈഡും പൊട്ടിയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് എങ്ങനെ റൂമിൽ എത്തിപ്പറ്റി? തറയിൽ വീണു, അവരെ ഓടിച്ചു, ഒക്കെ ശരി. അതെങ്ങനെയാണ്? അവിടുന്ന് എങ്ങനെ റൂമിൽ എത്തിയെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നിയതാ. എന്റെ വേറെ പ്രൂഫൊന്നും ഇല്ലല്ലോ, ആർക്ക് വിളിക്കാനോ ഒന്നും പറ്റില്ലല്ലോ. ഞാൻ ആ റൂമിൽ കൂട്ടി റൂമിയോട് ഡോറിനെ മുകളിൽ മുട്ടിയിട്ട് ഉണ്ടായ സംഭവ സ്ഥലത്തേക്ക് വരെ കൊണ്ടുവരെ ഞാൻ അവിടെ അപ്പൊ തന്നെ തളർന്ന് വീഴുകയും ചെയ്തു. ഓക്കെ, ഇത് പേഴ്സ് പോയി, പൈസ പോയി, എമിറേറ്റ്സ് സൈഡിൽ കൊണ്ടുപോയി, മൊബൈൽ ഫോൺ കൊണ്ടുപോയി അല്ലേ? മൊബൈൽ കൊണ്ടുപോയി. ATM കാർഡ് എല്ലാം ഉണ്ടായിരുന്നു, അതിലെല്ലാം പൈസ ഉണ്ട്. എന്നിട്ട് അത് ബ്ലോക്ക് ചെയ്തോ ATM കാർഡ്? ATM കാർഡ് ബ്ലോക്ക് ചെയ്തു. ഓക്കെ, പോലീസിൽ പരാതി കൊടുത്തു, ആശുപത്രിയിൽ കൊണ്ടുപോയി. എത്ര സ്റ്റിച്ച് ഉണ്ട്? എങ്ങനെയാണ് ഇപ്പോൾ അവസ്ഥ? സ്റ്റിച്ച് എത്ര ഇട്ടെന്ന് എനിക്കറിയില്ല. കാരണം അപ്പൊ എനിക്ക് ഒരു ബോധം ഉണ്ടായിരുന്നില്ല ശരിക്ക്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എത്ര സ്റ്റിച്ച് ഇട്ടെന്ന് അറിയില്ല. ചുരുക്കത്തിൽ ഈ ആഫ്രിക്കക്കാരുടെ കയ്യിൽ നിന്ന് ജീവൻ കിട്ടി എന്നുള്ളൊരു ആശ്വാസമാണ് അല്ലേ? നന്നായിട്ട് അടിയും കിട്ടി. ജീവൻ കിട്ടി എന്നാൽ മാത്രമേ ഉള്ളൂ. വേറെ ആൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ പറയുന്നത്. മനസ്സിലായി. അപ്പൊ ഇത് ശ്രദ്ധിക്കേണ്ട വിഷയം, ഈ വണ്ടി പാർക്ക് ചെയ്തിട്ടൊക്കെ വളരെ ദൂരെ നിന്ന് നിരീക്ഷിച്ചിട്ട് ആളുകൾ ഓടിയെത്തി. മുമ്പ് ഈ ആഫ്രിക്കക്കാരായ ആളുകൾ വന്നിട്ട് മുഖത്ത് തുപ്പുകയും ഖേദം പ്രകടിപ്പിക്കാനെന്ന രൂപത്തിൽ വരികയും പിന്നീട് പേഴ്സ് അടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്ന രീതി ധാരാളമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഈ ഒരു വെളുപ്പാങ്കാലത്ത് അടിച്ചു വീഴ്ത്തുന്ന വളരെ നേരിട്ടുള്ള മർദ്ദനം ചെയ്തുകൊണ്ടുള്ള അപൂർവമാണ് ആ സംഭവങ്ങൾ. ഏതായാലും ഇതിപ്പോ എല്ലാവരും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയണമെന്ന് പറഞ്ഞത്. നിരപരാധികളായ ഒരുപാട് ആളുകൾ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. ഈ 3 മണിക്ക് എന്താ റിക്കവറി സർവീസിലാണ് ജോലി ചെയ്യുന്നത് അല്ലേ? അതെ. മറ്റു പലരുടെയും വാഹനങ്ങൾ ഇങ്ങനെ പ്രശ്നത്തിലാകുമ്പോൾ സഹായിച്ചു കൊണ്ടുപോകുന്ന സമയമൊന്നുമില്ല. എപ്പോഴൊക്കെ ഇടുവരുന്ന അറിയില്ല. അപ്പൊ വിളിച്ചാൽ പോകണല്ലോ. സക്കീർ, ഇനിയിപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളെയും അറിയിക്കണം. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നോ? ഇൻഷുറൻസ് ഉള്ള ആളാണോ സക്കീർ? അതെ, ഇൻഷുറൻസ്. ഓക്കെ, ഏതായാലും പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് വളരെ ഗൗരവത്തിൽ അന്വേഷിക്കുന്നു എന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. ആ പ്രദേശത്ത് തന്നെ മറ്റു ചില ക്യാമ്പുകൾ പോലെയായിട്ട് ചില ആഫ്രിക്കക്കാരൊക്കെ ഇല്ലീഗലായിട്ട് താമസിക്കുന്നുണ്ട് എന്ന വിവരവും കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് പോലീസും CIDയും ഒക്കെ അന്വേഷണം നടത്തുകയാണ്. ഏതായാലും പ്രതികളെ പെട്ടെന്ന് കണ്ടുപിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് നീങ്ങുന്നത്. സക്കീർ, സമാധാനമായിരിക്കൂ, ജീവൻ കിട്ടിയല്ലോ എന്ന് ആശ്വസിക്കൂ. ഇപ്പോൾ ഏതായാലും ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ, എന്തെങ്കിലും സഹായത്തിന് വേണമെങ്കിൽ അറിയിക്കണം. സഹായിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. ആഹാരം ഉണ്ടാക്കിത്തരാനോ കൊണ്ടുതരാനോ കൂടെയുള്ളവരൊക്കെ ഉണ്ടെന്നറിയാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം. ഓക്കെ, വളരെ നല്ല ഹെൽപ്പാണ് അവർ ചെയ്യുന്നത്. ശരി, എനിക്കറിയാം. അവിടെ നിന്ന് വിളിച്ച സാജിദ് അല്ലേ വിളിച്ചിരുന്നു? ഓക്കെ, അവരൊക്കെ വളരെ കാര്യമായിട്ട് ഇടപെട്ടു. ആ സമയത്ത് തന്നെ ആശുപത്രി കൊണ്ടുപോയി. ഏതായാലും ആളുകൾ ഉണ്ടായിരുന്നു, നന്നായി. അല്ലെങ്കിൽ വലിയ പ്രശ്നമാകുമായിരുന്നല്ലോ. ശരി, ഇത് കേൾക്കുന്ന ആയിരങ്ങൾക്ക് ഒരു വലിയ ബോധവൽക്കരണമായിട്ട് മാറട്ടെ. ആ സമയത്തൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലേക്ക് കയറുന്ന ആകെ 2 മിനിറ്റ് ഉണ്ടെന്നല്ലേ പറഞ്ഞു? ദൂരം അത്രയും ഒരു 100-150 മീറ്ററിനപ്പുറം വരില്ലല്ലോ, അല്ലെങ്കിൽ 200-250 മീറ്ററിനപ്പുറം വരില്ലല്ലോ. ഓക്കെ, എല്ലാവരും ഇത് ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ പറ്റൂ. താങ്ക് യു സോ മച്ച്. നന്നായി വരട്ടെ, പെട്ടെന്ന് ശരിയായി വരട്ടെ. ഓക്കെ സക്കീർ. ഓക്കെ, ചങ്ങരംകുളം സ്വദേശിയായ സക്കീർ ഇന്നലെ മരണത്തെ മുഖാമുഖം കണ്ടു, രക്ഷപ്പെട്ടു. അദ്ദേഹത്തിന് നേരത്തെയൊക്കെ വിളിക്കുമ്പോൾ സംസാരിക്കാൻ തീരെ പറ്റില്ലായിരുന്നു. പക്ഷേ ഇത് ആളുകൾ അറിയണമെന്ന് പറഞ്ഞ് ഇതെങ്ങനെയോ സംസാരിച്ച് ഈ കാര്യം നമ്മളിലേക്ക് എത്തിച്ചതാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിലെടുക്കുക. ഈ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വെളുപ്പാങ്കാലത്ത് ഈ 3-3:30 മണി സമയം എന്ന് പറയുന്നത് പട്ടികൾ പോലും ഉറങ്ങുന്ന സമയം എന്നാണ് പണ്ടേ പറഞ്ഞു കേൾക്കുന്നത്. ആ സമയത്ത് എല്ലാവരും ഏതെങ്കിലും തരത്തിൽ കണ്ണ് മയങ്ങുന്ന സമയമാണത്. അത് പ്രകൃതി നിൽക്കുന്ന രീതിയാണത്. 3 മണിക്കും 4 മണിക്കും ഇടയിൽ, പ്രത്യേകിച്ച് 3-3:30 സമയം. അതുകൊണ്ട് ആ സമയത്തൊക്കെ പോകുന്നവർ എക്സ്ട്രാ വിജിലൻ്റ് ആയി പോയേ പറ്റൂ എന്ന കാര്യം ഈ ഒരു സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കണം. ഈ ചെറുപ്പക്കാരൻ്റെ അവസ്ഥ ഇപ്പോൾ രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയാം. പക്ഷേ ധാരാളം സ്റ്റിച്ച്, തലയിലാണ് അടി, തലയ്ക്കും കഴുത്തിനും ഇടയിലാണ് ഈ ഇരുമ്പ് ദണ്ട് കൊണ്ട് മർദ്ദിക്കുന്നത്.
എന്നിട്ട് ചവിട്ടി പിടിച്ചിട്ട് ഈ സാധനം എടുത്തുകൊണ്ട് പോകുന്നത്? ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. വിസയുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ചങ്ങരംകുളം സക്കീറിൻ്റെ കാര്യം വന്ന് കയറിയതും അദ്ദേഹം വന്ന് സംസാരിച്ചതും. ഈ മാർച്ച് 1 ശേഷം വിസിറ്റ് വിസ എക്സ്പയറി ആയിപ്പോയ ആളുകൾക്ക് എപ്പോൾ പോകാം, മറ്റ് വിസ എക്സ്പയറി ആയിപ്പോയ ആളുകൾക്ക് എന്ത് ചെയ്യണം എന്ന കാര്യമൊക്കെ എപ്പോഴും പറയുന്നതാണ്. എങ്കിലും വീണ്ടും വീണ്ടും സംശയങ്ങൾ പല വഴിക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. വിസിറ്റ് വിസയും ടൂറിസ്റ്റ് വിസയും എടുത്തു വെച്ചിട്ട് ഔട്ട്സൈഡ് കൺട്രി കഴിയുന്ന ആളുകൾക്ക് എന്താണ് അവസ്ഥ? നേരത്തെ പറഞ്ഞു വരികയായിരുന്നു, ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അത് പ്രതീക്ഷിക്കുന്നു നമ്മൾ. എപ്പോഴും ഒരുപക്ഷെ ആ വിസ തന്നെ വാലിഡ് ആയേക്കാം, അതല്ലെങ്കിൽ അതിന് പകരമായി പുതിയ വിസ കാശ് കൊടുക്കാതെ ഇഷ്യൂ ചെയ്തേക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ റീഫണ്ട് കിട്ടാത്തൊരു സാഹചര്യം വന്നേക്കാം. ഇങ്ങനെ 3-4 ഓപ്ഷൻ അതിനകത്തുണ്ട്. ഏതാണെങ്കിലും അടുത്ത ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. തൽക്കാലം നമ്മുടെ പ്രേക്ഷകരും അത് പ്രതീക്ഷിച്ച് ഇരിക്കുക. ഇനി റെസിഡൻസ് വിസയുടെ കാര്യത്തിലാണെങ്കിൽ മാർച്ച് 1 ശേഷം എക്സ്പയറി ആയതിൻ്റെ കാര്യം പറഞ്ഞു. ഒക്ടോബർ 10 വരെയാണ്. വിസിറ്റ് വിസയുടെ കാര്യത്തിലാണെങ്കിൽ എക്സ്പയറി ആയ ആളുകൾ, മാർച്ച് 1 ശേഷം എക്സ്പയറി ആയിട്ടുള്ള ആളുകൾ ഇന്നും ഒരു 10-40 പേരെങ്കിലും ഞങ്ങളുടെ ഇൻബോക്സിൽ ചോദിച്ചിട്ടുണ്ട്, ഈ ഓഗസ്റ്റ് 11 തന്നെയാണോ വീണ്ടും നീട്ടിക്കിട്ടുമോ? ഞങ്ങൾ പറഞ്ഞു UAE ദുബായ് ഒഴികെയുള്ള മറ്റുള്ള എമിറേറ്റുകളിൽ എടുത്ത വിസകൾക്ക് 30 ദിവസം ഗ്രേസ് പീരീഡ് ഉണ്ടെന്നാണ് അവസാനത്തെ അറിയിപ്പിലും പറഞ്ഞത്. അതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ 11, 4, 5 ഒരു 16 ദിവസം ബാക്കിയുണ്ടല്ലോ. അതുകൊണ്ടൊന്ന് സമാധാനമായിട്ടിരിക്കൂ. അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? 30 ദിവസത്തെ ഗ്രേസ് പീരീഡ് നമുക്ക് കിട്ടുമെങ്കിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഏതായാലും ഒരു ഗ്രേസ് പീരീഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ആ ആനുകൂല്യ സമയം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ദുബായിയുടെ കാര്യത്തിൽ ആമർ സെൻറ്ററിൽ നിന്ന് കിട്ടിയ അവസാന അറിയിപ്പിലും അങ്ങനെ ഒരു എക്സ്റ്റൻഷൻ്റെയോ ഗ്രേസ് പീരീഡിൻ്റെയോ കാര്യം വിസിറ്റ് വിസ മാർച്ച് 1 ശേഷം എക്സ്പയറി ആയിട്ടുള്ള ആളുകൾക്ക് പറഞ്ഞിട്ടില്ല. ഞങ്ങളത് ഇടയ്ക്കിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഉദ്യോഗസ്ഥന്മാരോട്, എങ്ങനെയെങ്കിലും ഒരു എക്സ്റ്റൻഷൻ കിട്ടാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. ആദ്യം ഡിസംബർ 31 എന്നത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നല്ലോ. അത് പോയി ഓഗസ്റ്റ് 11 UAE മൊത്തത്തിൽ 30 ദിവസം കൂടെ ഗ്രേസ് പീരീഡ് കൊടുക്കാമെന്ന് പറഞ്ഞു. ആ ദുബായിലും അങ്ങനെ ഒരു 30 ദിവസം കൂടി കൊടുത്തുകൂടെ എന്ന കാര്യമൊക്കെ ഞങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. വ്യക്തമായ മറുപടി കിട്ടിയിട്ടില്ല. ഉടനെ തന്നെ അറിയിക്കാമെന്ന മറുപടി കിട്ടിയിട്ടുണ്ട്. കാര്യത്തിൽ ആദ്യം മറുപടി കിട്ടണം, പിന്നെ എങ്ങനെയെന്നുള്ളത് നമുക്ക് കിട്ടണം. ഏതായാലും എല്ലാവരും നോക്കിയിരിക്കുകയാണ്. അതിനിടയിൽ ഈ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ളവർക്കുള്ള ടെസ്റ്റ് കേന്ദ്രങ്ങൾ കൂടുതലായിട്ട് കേരളത്തിൽ വരണമെന്ന് എല്ലാവരും അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അത് ശരിയായി വരുമെന്ന് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഈ മാതാപിതാക്കൾ ഗൾഫിലാവുകയും കുട്ടികൾ മാത്രം നാട്ടിലായി പോവുകയും ചെയ്ത ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റ് നടത്താൻ വേണ്ടി തന്നെ എവിടെയെല്ലാം പോകണം എന്നുള്ള കാര്യമാണ് വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയം. അബുദാബിയിലേക്ക് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, ഓഗസ്റ്റ് 14 വരെ ഇനി അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല. അതിർത്തിയിൽ വെച്ച് നമ്മുടെ റാപ്പിഡ് ടെസ്റ്റ് എടുക്കാൻ വേണ്ടി അത്രയ്ക്ക് ഫുള്ളായി കഴിഞ്ഞിരിക്കുന്നു ഗന്തൂത്തിലെ ആ ഒരു സർവീസ്. 5 മിനിറ്റിൽ കിട്ടും, പക്ഷേ അപ്പോയിൻമെൻറ്റ് എടുക്കണം. അതുകൊണ്ട് അപ്പോയിൻമെൻറ്റ് ഇപ്പോൾ കിട്ടാത്തൊരു സാഹചര്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവരും ഒന്ന് സംയമനം പാലിച്ചു പോകണം എന്നാണ് ഇപ്പോഴത്തെ അറിയിപ്പിൽ പറയുന്നത്. 50 ദിർഹവും 5 മിനിറ്റും കൊണ്ട് നടക്കുന്ന കാര്യമുള്ളൂ. ഇതിനിടയ്ക്ക് ബിരുദന്മാർ കുറച്ച് പേർ വ്യാജ സർട്ടിഫിക്കറ്റുകളൊക്കെ കാണിച്ചിട്ട് പോകാൻ ശ്രമിച്ചു. പിടിയിലായ കാര്യമൊക്കെ അറിയാമല്ലോ. അതിനൊന്നും മെനക്കെടാതെ അല്പം കാത്തിരിക്കുക. 14 വരെയുള്ള അപ്പോയിൻമെൻറ്റ് ഏതായാലും തീർന്നിരിക്കുകയാണ് എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. ഇന്ന് UAE ഒരു മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മൊത്തം 344. അതുപോലെ 351 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 554 പേർ റിക്കവറിയായി എന്ന അറിയിപ്പാണ് വന്നിരിക്കുന്നത്. UAE ഒരു വളരെ ഭദ്രമായിട്ടുള്ള സേഫ് സോണിലേക്ക് പോകുന്നു എന്നാണ്. എങ്കിലും സ്പെയിൻ്റെയും ഇറ്റലിയുടെയും ഓസ്ട്രേലിയയുടെയും ജപ്പാൻ്റെയും ഹോങ്കോങ്ങിൻ്റെയും അവസ്ഥകളൊക്കെ നന്നായിട്ട് അറിയുന്ന നമ്മൾ UAE ഇപ്പോൾ ഭദ്രമെന്ന് കരുതിയിരിക്കുമ്പോൾ എല്ലാം മറന്നുകൊണ്ട് ഒരു ആർഭാടത്തിലേക്ക് പോയി എല്ലാവരെയും കണ്ട് കേട്ട് ഹസ്തദാനം നടത്തി പരസ്പരം കെട്ടിപ്പിടിച്ച് ചുംബിച്ച് പോകാൻ പറ്റിയ സമയമായിട്ടില്ല എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ പോകണം. നേരത്തെ പറഞ്ഞ രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് നമ്മൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും റെസ്പോൺസിബിൾ ആയി മാറണം. അബുദാബിയിൽ മരിച്ച ജനാർദ്ദനൻ, മിനിജ, കോഴിക്കോട് ദമ്പതികൾ എന്ത് കാര്യത്തിന് മരിച്ചുവെന്ന് ഇപ്പോഴും പിടികിട്ടാത്ത ദുരൂഹതയായി തുടരുന്നു. അബുദാബി പോലീസ് ഇതുവരെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടില്ല. പക്ഷേ ജോലി നഷ്ടപ്പെട്ടു ട്രാവൽ ഏജൻസിയിലേത്, അതിനുശേഷം കാർ വിറ്റു, ആരോടും പുറത്താരോടും സംസാരിക്കാത്തൊരു ദമ്പതികളായിരുന്നു. ആകെ ഒരു മകൻ അബുദാബിയിൽ പഠിച്ചു, എന്നിട്ട് നാട്ടിൽ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു. 4 ദിവസമായി വിളിച്ചു കിട്ടുന്നില്ല. അങ്ങനെയാണ് ഈ മകൻ പോലീസിനെയും സുഹൃത്തുക്കളെയും ഒക്കെ അറിയിക്കുന്നത്.
വന്ന് കതക് തള്ളി തുറന്ന് നോക്കുമ്പോൾ രണ്ടുപേരും മരിച്ചു കിടക്കുന്നു. എന്താണ് സാഹചര്യം? ആത്മഹത്യയാണോ, കൊലപാതകമാണോ? ഇതൊക്കെ ഇനി ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ പറയണമെങ്കിലും പ്രാഥമികമായ നിഗമനം അനുസരിച്ചുകൊണ്ട് ജോലി നഷ്ടപ്പെട്ടതിൻ്റെ ഒരു തീരാവ്യഥ പോലെയായി പറ്റാനും ആശ്വസിപ്പിക്കാനും ഇല്ലാത്ത, വലിയ സാമൂഹിക ബന്ധങ്ങളൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ കഴിഞ്ഞു പോകുന്ന കുടുംബത്തിന് പറ്റിയ ഒരു ആത്മഹത്യാ പിഴയാണ് എന്ന് മനസ്സിലാക്കാനാണ് പ്രാഥമികമായ സൂചനകൾ നൽകുന്ന കാര്യം. ഇങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് നമ്മൾ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ, പോകാതിരിക്കട്ടെ. ഒരുപാട് കുടുംബങ്ങൾ, അതുപോലെ ഇവിടെ ഒറ്റയ്ക്ക് കഴിയുന്ന സ്ത്രീകളൊക്കെ ഞങ്ങളുടെ ഇൻബോക്സിലേക്ക് വിളിച്ചിട്ട് ഒരുപാട് അതിദാരുണമായ സാമ്പത്തിക സാഹചര്യത്തിലൂടെ, കടബാധ്യതകളിലൂടെ, ഭീഷണികളിലൂടെ കടന്നു പോവുകയാണ് എന്ന് പറയുന്നുണ്ട്. എല്ലാവരെയും അങ്ങനെയൊന്നും ഇടപെടാൻ പറ്റിയ സാഹചര്യം ആർക്കും ഉണ്ടാകില്ലെങ്കിലും നമുക്കൊരു വാക്കിൻ്റെ ആശ്വാസം കൊണ്ടെങ്കിലും പരസ്പരം അറിയുന്നവർ തമ്മിൽ ഇടപെട്ടുകൊണ്ട് ഈ ഒരു വലിയ പ്രതിസന്ധിയെ നമ്മൾ മറികടക്കുക തന്നെ ചെയ്യും എന്നുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ലോകം ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. 16 മില്യൺ ആളുകൾക്ക് ഈ രോഗബാധ ഇന്നത്തോടെ ഈ ജൂലൈ 26 വന്നു കഴിഞ്ഞു. അതിൽ 8 മില്യണിലധികം ആകെ 3 രാജ്യങ്ങളുടെ സംഭാവനയാണ്. അമേരിക്കയും ബ്രസീലും ഇന്ത്യയും, ഈ 3 രാജ്യങ്ങളും ചേർന്ന് 8 മില്യണിലധികമായി കഴിഞ്ഞിരിക്കുന്നു. 16 മില്യൺ ആയി കഴിഞ്ഞിരിക്കുന്നു മൊത്തം രോഗബാധ എന്ന സാഹചര്യത്തിൽ പോകുമ്പോൾ ലോകം രണ്ടായി തിരിയുന്ന, കോവിഡ് വരുന്നതിന് മുമ്പുള്ള കാലഘട്ടം എങ്ങനെ, കോവിഡ് വന്നതിന് ശേഷം എങ്ങനെ ആളുകൾ സഞ്ചരിക്കുന്നു, ഇനി 3-4 വർഷം ഇങ്ങനെയൊക്കെ തന്നെ പോകുമെന്ന് കണക്ക് കൂട്ടി മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു അജണ്ട ഓരോരുത്തരും വ്യക്തിപരമായി തയ്യാറാക്കുക. അടുത്ത 2-3 വർഷങ്ങൾ എങ്ങനെ കഴിച്ചുവിടും? ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. IPLൻ്റെ കാര്യം പറഞ്ഞല്ലോ. ആളുകളില്ലാതെയും മത്സരം നടത്താമല്ലോ. അതൊരു വലിയ മാറ്റമാണ്. മത്സരം അതിൻ്റെ വഴിക്ക് ടെലിവിഷനിലൂടെ ആളുകൾ കാണുന്നു, അതിൻ്റെ കൊമേഴ്ഷ്യൽ കാര്യങ്ങളെല്ലാം അങ്ങനെ നടക്കുന്നു, കളിക്കാർക്ക് അങ്ങനെ പ്രതിഫലം കിട്ടുന്നു, ആ ഒരു ഇൻഡസ്ട്രി സജീവമാകുന്നു. UAE-യിലാണ് നടക്കാൻ പോകുന്നത്. UAE ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് ഇക്കാര്യത്തിൽ UAE-ക്ക് ലെറ്റർ അയക്കുകയും UAE അയച്ച ലെറ്ററിനെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് എമിറേറ്റ്സ് ക്രിക്കറ്റ് ബോർഡുമായി ചേർന്നുകൊണ്ട് BCCI മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഉണ്ടായി വരികയാണ്. നമ്മൾ വിചാരിച്ചോ ഈ ഒരു സെപ്റ്റംബർ 19 ഇവിടെ ഒരു മത്സരം, ഇങ്ങനെ ഇത്രയും വലിയ മത്സരം നടക്കാനുള്ള സാധ്യതയുണ്ടെന്ന്? മറ്റൊരു മത്സരം മാറ്റിവെക്കപ്പെട്ടപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് കിട്ടി. ഇങ്ങനെ ലോകത്തോരോ മാറ്റങ്ങളും പുരോഗമനപരമായ കാര്യങ്ങളുമൊക്കെ വരുമെന്നും ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. ഹജ്ജിൻ്റെ കാര്യത്തിൽ എന്താണ് നമ്മൾ വിചാരിച്ചിരുന്നോ? 1000 പേരെ വെച്ചുകൊണ്ടൊരു ഹജ്ജ് കർമ്മം നടക്കുന്ന കാലം നമ്മുടെ മുന്നിൽ വരുമെന്ന്? നമ്മുടെ ഓർമ്മയിൽ, നമ്മുടെ പൂർവികരുടെ ഓർമ്മയിൽ നേരിട്ട് കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. ഏകദേശം 1155 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ അറഫയിൽ വെച്ച് ഒരുപാട് പേരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഹജ്ജ് നിർത്തിവെക്കേണ്ടി വന്നു, മാറ്റിവെക്കേണ്ടി വന്നു. അതാണ് അവസാനം കിട്ടിയിരിക്കുന്ന ഒരു അറിവ്. എങ്ങനെ ഹജ്ജ് മാറ്റിവെക്കാൻ പറ്റുന്നതോ ഒന്നുമല്ലല്ലോ, അല്ലെങ്കിൽ ഹജ്ജ് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതോ ഒന്നുമല്ലല്ലോ. ഈ 1155 വർഷങ്ങൾക്ക് മുമ്പ് ഹജ്ജ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അതിനൊക്കെ ശേഷം പിന്നെ നമ്മുടെ ഓർമ്മയിലൊരു സംഭവമില്ല. സൗദി അറേബ്യ സ്വീകരിച്ചൊരു നിലപാട് നോക്കണം. ആകെ 1000 പേർക്ക്, അതിൽ 700 പേരും സൗദി അറേബ്യയിൽ കഴിയുന്ന വിദേശികളാണ്. ഒരു പ്രയോറിറ്റിയും കൊടുത്തിട്ട് പ്രമുഖരെ ഒന്നും വിളിച്ചിട്ടില്ല. ബാക്കി 300 പേർ സാധാരണ സ്വദേശികളാണ് സൗദി അറേബ്യയിലെ. അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വരുന്ന ഒരു ഘട്ടമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ മാറ്റവുമായി ബന്ധപ്പെട്ട് നമ്മളെങ്ങനെ മുന്നോട്ട് പോകും എന്ന് മനസ്സിലാക്കാനാണ് ഈ സമയം വിനിയോഗിക്കേണ്ടത്. UAE കോവിഡിനെ പ്രതിരോധിച്ച രീതിയുണ്ടല്ലോ, അതിനെക്കുറിച്ചൊരു സർവേ നടത്തി. 10-ൽ 9 പേരും പറയുന്നത് അതിഗംഭീരമായിട്ടാണ് UAE നേരിട്ടത് എന്നാണ്. ലോക്ക്ഡൗൺ ആണെങ്കിലും, ലോക്ക്ഡൗൺ തുറക്കുന്ന കാര്യത്തിലാണെങ്കിലും, തുറന്നതിന് ശേഷം ഓരോരുത്തരോടും കൊടുത്ത ബോധവൽക്കരണമാണെങ്കിലും UAE അതിൽ ടോപ്പാണ് എന്ന് സർവേയിൽ പങ്കെടുത്തവർ പറയുകയാണ്. ഈ സ്കൂൾ ബസ്സുകളിൽ ഒരു സ്റ്റോപ്പ് എന്നൊരു ബോർഡുണ്ട്. അത് പുറത്തേക്ക് നിർത്തുമ്പോൾ, പുറത്തേക്ക് വന്നാൽ പിന്നാലെ പോകുന്ന വാഹനങ്ങൾ, എതിർവശത്ത് വരുന്ന വാഹനങ്ങളൊക്കെ നിർത്തണമെന്നുണ്ട്. 4393 ആളുകൾ അങ്ങനെ നിർത്തിക്കൊടുത്തില്ല. അവർക്കൊക്കെ 1000 ദിർഹം വെച്ച് പിഴയും 10 വീതം ബ്ലാക്ക് പോയിന്റുകൾ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്ന സാഹചര്യമാണെന്ന് തിരിച്ചറിയണം. ചില വിദ്വാൻമാർ, സ്കൂൾ ബസ് ഓടിക്കുന്ന ഡ്രൈവർമാർ, അവർ ഈ ബോർഡ് കാണിച്ചിട്ടുമില്ല. ഇതൊക്കെ നിരീക്ഷിക്കാൻ സംവിധാനമുണ്ട്. അങ്ങനെയുള്ള 6 ബ്ലാക്ക് പോയിന്റ് പോവും. 256 സ്കൂളുകൾക്ക് അങ്ങനെയും ഫൈൻ കിട്ടി ഡ്രൈവർമാർ കാരണം. ഈ ബോർഡ് പുറത്തേക്ക് വെക്കില്ല. ആരും വണ്ടിയൊന്നും വരുന്നില്ലല്ലോ, ഇടറോഡാണല്ലോ എന്നൊക്കെ കരുതിയിട്ട് വണ്ടി നിർത്തുമ്പോൾ ബോർഡ് പുറത്തേക്ക് വരുന്ന രൂപത്തിൽ സ്വിച്ച് ഇടാത്ത ഡ്രൈവർമാർക്കും കിട്ടി പിഴ. ഡ്രൈവർമാർക്കല്ല, സ്കൂളിന് പിഴ കിട്ടി. 256 പേർക്ക് 500 ദിർഹം വെച്ച് കൊടുക്കണം, 6 ബ്ലാക്ക് പോയിന്റും. ഇതൊക്കെയാണ് സാഹചര്യങ്ങൾ. കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച ഗോ ഫുഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞു. 200 ദിർഹത്തിൻ്റെ ഫുഡ് വൗച്ചർ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ചില ആളുകൾ ഡൗൺലോഡ് ചെയ്തിട്ട്, ആയിരക്കണക്കിന് ആളുകൾ ഡൗൺലോഡ് ചെയ്തു. അതിൽ 1-2 പേരെങ്കിലും ഞങ്ങൾക്കൊരു പരാതി അയച്ചു.
ഞങ്ങൾക്ക് ആ ഫുഡ് കൂപ്പണിൻ്റെ കാര്യം വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഏതായാലും 10,000 അല്ലെങ്കിൽ 1000 ഡൗൺലോഡ് ചെയ്ത് 10-20,000 പെട്ടെന്ന് ഡൗൺലോഡ് വരുമ്പോൾ ഈ 20,000 ആളുകൾക്കും ഒരു രാത്രി കൊണ്ടൊന്നും അയച്ചു കൊടുക്കാൻ സ്വാഭാവികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. ഞങ്ങൾ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടു. ഗോ ഫുഡ് പറയുന്നു നിങ്ങൾക്ക് കൃത്യമായും 200 ദിർഹത്തിൻ്റെ വൗച്ചർ കിട്ടിയിരിക്കും. അത് ഘട്ടം ഘട്ടമായി വിനിയോഗിക്കുക എന്നത് മാത്രം അന്നേ പറഞ്ഞതുപോലെ, അല്ലാതെ ആശങ്ക വരേണ്ട കാര്യമില്ല. ഡൗൺലോഡ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങളതിനകത്ത് പേരും ഇമെയിൽ ID കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യണമെന്ന് കൂടി ഓർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്നലെ തൃശ്ശൂരിലെ റോയൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ദുബായ് വാർത്തയുടെ പ്രേക്ഷകർക്ക് വേണ്ടി നൽകിയ ഒരു വലിയ സമ്മാനം, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് അർഹതയുള്ള കുട്ടിയാണെങ്കിൽ, മിടുക്കനോ മിടുക്കിയോ ആണെങ്കിൽ, സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു എഞ്ചിനീയറിംഗ് കോഴ്സിന് പഠിക്കാൻ ബുദ്ധിമുട്ട് നിൽക്കുകയാണെങ്കിൽ ആദ്യത്തെ വർഷം ഒരു ചില്ലിക്കാശ് ഫീസ് വാങ്ങാതെ പഠിപ്പിക്കാൻ തയ്യാറാണ് ദുബായ് വാർത്ത സജസ്റ്റ് ചെയ്താലെന്ന് പറഞ്ഞു. നിരവധി പേർ ഞങ്ങൾക്ക് എഴുതി. ഞങ്ങൾ അവരുടെ അഡ്രസ്സ് എല്ലാം ഈ റോയൽ കോളേജിന് കൊടുത്തിട്ടുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി അവർ സ്വീകരിച്ചിട്ടുണ്ട്. അഡ്മിഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കൊടുത്ത ലിസ്റ്റ്. ഇനിയും അത്തരം അത്യാവശ്യക്കാരുണ്ടെങ്കിൽ മറ്റൊന്നും ആലോചിക്കേണ്ട. തൃശ്ശൂരിൽ ഏറ്റവും വലിയ ആധുനിക സൗകര്യങ്ങളോട് പ്രവർത്തിക്കുന്ന റോയൽ കോളേജിൽ ഫ്രീ ആയി അഡ്മിഷൻ കിട്ടും. അതല്ല, കാശ് കൊടുത്തുകൊണ്ട് ഏത് കോഴ്സ് വേണോ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ പഠിക്കാൻ പറ്റുന്നതാണ്. എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും എല്ലാ അംഗീകാരവും ഉള്ളതും 18 വർഷമായി പ്രവർത്തിക്കുന്നതും നിരവധി ആയിരക്കണക്കിന് ആളുകൾ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ ശേഷം ഗൾഫ് മേഖലയിൽ ഇപ്പോൾ നല്ല ജോലികൾ ചെയ്യുകയും ബിസിനസ് നടത്തുകയും ചെയ്യുന്നവരുണ്ട്. അതുപോലെ ഗൾഫിലെ മലയാളികളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. 05049728588 എന്ന നമ്പറിൽ വിളിച്ചാൽ ഫീസ് എന്താണ്, കോഴ്സ് എന്താണെന്നുള്ള കാര്യം അറിയാം. ഫ്രീ ആയിട്ടാണെങ്കിൽ ഞങ്ങളുടെ ഇൻബോക്സിലേക്ക് വരിക, ഞങ്ങൾ സീറ്റ് ഒപ്പിച്ചു തരാം എന്ന് സൂചിപ്പിക്കുകയാണ്. സൗദി അറേബ്യയിൽ ഇന്ന് 30 മരണസംഖ്യയും രോഗബാധയും കുറഞ്ഞു വരുന്നു. 1968 പേർക്കാണ് രോഗബാധ. ഖത്തറിൽ ഒരാൾ മരിച്ചു, 269 പേർക്ക് രോഗബാധ. ഒമാനിൽ 13 പേർ മരിച്ചു, 1147 പേർക്ക് രോഗബാധയും. ലോക്ക്ഡൗൺ ഇന്നലെ മുതൽ ആരംഭിച്ചു. ഇന്നും ഇപ്പോൾ രാത്രിയാകുമ്പോൾ ലോക്ക്ഡൗൺ ആണ്. UAE ഒരാൾ മരിച്ചു, നേരത്തെ പറഞ്ഞു. കുവൈറ്റിൽ 4 പേർ മരിച്ചു, 464 പേർക്ക് രോഗബാധ. ബഹ്റിനിൽ നിന്ന് 3 പേർ മരിച്ചതായി വിവരം കിട്ടിയിട്ടുണ്ട്. സ്പെയിൻ പ്രശ്നത്തിലേക്ക് നീങ്ങുകയാണ് വീണ്ടും. കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചല്ലോ, ഇന്നും പറഞ്ഞു. അത് കണ്ട ഉടനെ തന്നെ UK പറഞ്ഞു, സ്പെയിനിൽ നിന്ന് ആരെങ്കിലും UK വരികയാണെങ്കിൽ 14 ദിവസം ക്വാറന്റൈൻ കിടക്കണം. ഓരോ രാജ്യങ്ങൾ തമ്മിൽ, ഈ സ്കൂൾ കുട്ടികൾ തമ്മിൽ കളിച്ച് മത്സരിക്കുന്നത് പോലെ, പിടിവാശി കാണിക്കുന്ന പോലെ സമീപനം ഉണ്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഈ സംഭവം പറയുന്നത്. സ്പെയിനിൽ കേസുകൾ കൂടുതൽ വരുന്നു എന്ന റിപ്പോർട്ട് വന്നപ്പോൾ UK പറയുന്നു, അങ്ങനെയാണെങ്കിൽ സ്പെയിനിൽ നിന്ന് ആരെങ്കിലും UK വണ്ടി ഇറങ്ങിയാൽ, വിമാനം ഇറങ്ങിയാൽ 14 ദിവസം ക്വാറന്റൈൻ കിടക്കണം. അപ്പോൾ സ്പെയിൻ പറയുന്നു വീണ്ടും, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഇവിടെയെല്ലാം അണ്ടർ കൺട്രോളാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മാറിയും തിരിഞ്ഞും പോകുന്ന ഒരു കോവിഡ് സാഹചര്യം ഈ ലോകത്തുണ്ട്, യൂറോപ്പിലുണ്ട്, വിദ്യാസമ്പന്നരുടെ നാട്ടിലുണ്ട്, ടെക്നോളജിക്കാരുടെ നാട്ടിലുണ്ട് എന്നതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ കൺഫ്യൂഷൻ്റെ കാര്യം പറഞ്ഞത്. തനിക്ക് വഴങ്ങാത്തവരെ തീവ്രവാദികളെന്ന് വിളിക്കുന്ന ട്രംപിൻ്റെ സമീപനത്തിനെതിരെ അതിശക്തമായ ഇടപെടൽ അമേരിക്കയിൽ തന്നെ ഉണ്ടായി വരികയാണ്. ഒരു ഏകാധിപതിയുടെ സർവ്വ ലക്ഷണങ്ങളും ട്രംപ് ഇതാ പ്രകടിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അമേരിക്കയിൽ പ്രതിഷേധക്കാർ പറയുന്നത്. വംശവെറിക്കെതിരെ പ്രതിഷേധം നടത്തിയ ആളുകളെ നോക്കിക്കൊണ്ടാണ് ഇവർ തീവ്രവാദികളാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അതിനെതിരെ ശക്തമായ പ്രതികരണമാണ് ലോകം മുഴുവനും ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് 927 കേസുകൾ, മരണം മൊത്തത്തിൽ 61ആയി. 71 വയസ്സുള്ള 2 പേർക്ക് 71 വയസ്സാണ്, ഇന്ന് മരിച്ചിട്ടുണ്ട്. മാത്രമല്ല കോഴിക്കോട് പ്രദേശത്ത് അതിതീവ്രമായ സാഹചര്യമാണ്. ഇപ്പോൾ ചെക്യാട് ഒരു കല്യാണം നടന്നു. അവിടെ പങ്കെടുത്ത ഒരാൾ ടച്ച് ചെയ്ത മറ്റുള്ള 9 പേർക്ക് രോഗബാധ വന്നു എന്നാണ് പുതിയ റിപ്പോർട്ട് പറയുന്നത്. കുടുംബാംഗങ്ങൾക്ക് ഈ കല്യാണത്തിന് ഇത്രയും ആളുകളെയൊക്കെ വെച്ചിട്ടാണോ ഇപ്പോഴും കല്യാണം നടത്തുന്നത്? ഇന്ന് എടുത്തു പറയുകയാണ് കേരളത്തിൻ്റെ റിപ്പോർട്ടിൽ, ഒരു കല്യാണ സദസ്സിൽ നിന്നാണ് ഇത്രയും പേർക്ക് രോഗം കിട്ടുന്നത്. ദയവ് ചെയ്ത് 4-5 പേരെ വെച്ച് കല്യാണം നടത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ നടത്തൂ. പിന്നീട് അതൊക്കെ കഴിഞ്ഞ് സൽക്കാരം, കുഞ്ഞ് പിറന്നിട്ടായാലും മതി, സൽക്കാരം പിന്നെ നടത്താം. എല്ലാവരെയും അറിയിച്ചിട്ട് അവരുടെ അനുഗ്രഹം നേടൂ. അവർക്ക് ആശംസകൾ ചൊരിയാൻ വേണ്ടി എല്ലാവരും തയ്യാറാകൂ. ഓടിപ്പോയ ബിരിയാണിയും സദ്യയും കഴിക്കാനുള്ള അവസരമാക്കിയതിനെ എടുക്കാതെ കുറച്ച് ദൂരെ നിന്ന് പോലും നമുക്ക് ആശംസകൾ നേരാം. പ്രാക്ടിക്കലായി കാര്യം കണ്ട് മനസ്സിലാക്കി പെരുമാറുമെന്ന്. എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും ഈ സാഹചര്യത്തിൽ ഞങ്ങൾ കല്യാണത്തിൽ പങ്കെടുക്കുന്നില്ല, ഞങ്ങൾ കൂടെയുണ്ടെന്ന് പറഞ്ഞ് ഫോണിലൊക്കെ എന്നും കോണ്ടാക്ട് ചെയ്യാമല്ലോ.
ഇപ്പോൾ നോക്കൂ, ചെക്കിയാട് നിന്ന് വന്നിരിക്കുന്ന വാർത്ത ഇങ്ങനെയാണ്. ഈ അനുഭവത്തിൽ നിന്നാണ് സൂചിപ്പിക്കുന്നത്. തൽക്കാലം ആർഭാടം ലോകം കൊണ്ടുവന്ന വലിയൊരു മാറ്റമാണ്. ഒരു 250 ഡിഷ് ഇങ്ങനെ നിരത്തി വെച്ചില്ലെങ്കിൽ മകൻ്റെ കല്യാണം ശരിയാവില്ല എന്ന് കരുതിയിരുന്നവർ 6835 ആളുകൾ അപ്പുറത്തെ അയൽക്കാരൻ്റെ വീട്ടിലെ കല്യാണത്തിന് വന്നു. അതുകൊണ്ട് 7800 എൻ്റെ വീട്ടിൽ വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ 4-5 ആളുകളെ വെച്ചിട്ട് ഒരു ഫേസ്ബുക്കിൽ പരസ്യം കൊടുത്തിട്ട് കല്യാണം നടത്തേണ്ട അവസ്ഥയിൽ ലോകം എത്തിയത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ഇത്തരം ചടങ്ങുകളിൽ സംബന്ധിക്കുന്ന വിഷയങ്ങളെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ആഗോളാടിസ്ഥാനത്തിലെ കണക്കുകളിലേക്ക് 1,63,00,000 16 മില്യൺ കഴിഞ്ഞു പോയിരിക്കുന്നു. മരണസംഖ്യ 6.5 ലക്ഷം കഴിഞ്ഞു പോയ ദിവസം 56,80,000-ൽ പരം ആളുകൾ ഇപ്പോഴിതാ ആക്റ്റീവായി രോഗബാധിതരായി കഴിയുന്നു. അതിൽ 66,161 ആളുകൾ അതീവ ഗുരുതരാവസ്ഥയിലാണ്. ഇന്നിപ്പോൾ 10 മണി കഴിയുന്ന നേരത്ത് കിട്ടിയ റിപ്പോർട്ടിൽ 2,813 ആളുകൾ മരിച്ചു പോയിരിക്കുന്നു ഇന്നത്തെ ദിവസം. ഇന്ത്യയാണെങ്കിൽ 14,35,000 ആയിരിക്കുന്നു രോഗബാധ, 32,809 ആയിരിക്കുന്നു മരണസംഖ്യ. പുതിയ കേസുകൾ ഇന്ന് റെക്കോർഡിലേക്ക് വന്നിരിക്കുന്നു 49,719 എന്ന കാര്യം മനസ്സിലാക്കണം. 5 ലക്ഷത്തിലേക്ക് പോകുന്നു ആക്റ്റീവ് കേസുകൾ. ഇന്ന് മാത്രം മരിച്ചവർ 713. ഇന്ത്യയും മെക്സിക്കോയുമാണ് ഇപ്പോൾ കൂടുതൽ മരണസംഖ്യ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയൊക്കെ ആ ലിസ്റ്റിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. അമേരിക്ക ഒരുപാട് സ്റ്റേറ്റുകളിൽ പ്രശ്നമുണ്ട്, എങ്കിലും മരണസംഖ്യ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ രോഗബാധിതരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരിടത്തും ഒന്നും നിശ്ചയമായി പറയാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ മാസ്ക് ധരിച്ചും അകലം പാലിച്ചും നമ്മൾ മുന്നോട്ട് പോയേ പറ്റൂ എന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവിധ പ്രതിസന്ധികൾക്കും ഒരറുതി ഉണ്ടാകും എന്ന പ്രതീക്ഷയോട് ജീവിക്കണം എന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് ചില ജോബ് ഓപ്പർച്യൂണിറ്റീസൊക്കെ വന്നത് സമയം കൂടുതലായതുകൊണ്ട് ഇന്ന് ഒഴിവാക്കുന്നു. നാളെ പറയാം. നമുക്ക് അത്തരം കാര്യങ്ങൾ തന്നെ ധാരാളമായിട്ട് വരുന്നുണ്ട്. നന്ദി, നമസ്കാരം.